ഹലോ അങ്ങനെ ആമിക്കുട്ടി ജനിച്ചിട്ട് ഇന്ന് 45 ദിവസമായി. അങ്ങനെ 45 ഡേയ്സിൻ്റെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ ഒരു വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഒരു വളവ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ആകെ വയലൻ്റായി ബഹളം വെക്കാൻ തുടങ്ങി. അമ്മ കൂടെ ഇല്ലാതെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ മാത്രമായിട്ട് മോളെയും കൊണ്ട് പുറത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായിട്ട് ഫ്രണ്ട് സീറ്റിലൊക്കെ മോളെയും കൊണ്ടിരുന്നപ്പോൾ ചെറിയ നടുവിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, സിസേറിയൻ കഴിഞ്ഞതിൻ്റെതൊക്കെ ആയിട്ടുള്ള. അങ്ങനെ ഒരു വിധത്തിൽ പിന്നെ പാലൊക്കെ കൊടുത്ത് ഓക്കെ ആക്കിയതേ ആമിക്കുട്ടിയെ കൊണ്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ജനിച്ചിട്ട് കറക്റ്റ് 45 ഡേയ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കാർഡൊക്കെ നോക്കിയിട്ട് ചെന്നു. പക്ഷേ ഇന്ന് അവർ വാക്സിൻ എടുത്തില്ല. വെറുതെ പോയി 4 കിലോയ്ക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ വാക്സിൻ എടുക്കൂ എന്നാണ് കേട്ടോ അന്ന് ഡോക്ടർ പറഞ്ഞ്. ഓൾറെഡി അവൾക്ക് BCG പഴുത്തതിൻ്റെ ഒരു പനിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റും കുറവ്, അതുപോലെ തന്നെ പനിയും കൂടെ ആയതുകൊണ്ട് വാക്സിൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് വാക്സിൻ എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ആ BCG എടുത്തതിൻ്റെ അവൾക്ക് അന്നാണ് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്തൊക്കെ വരാനായിട്ട് തുടങ്ങിയത്. ഒരു മാസത്തിന് ശേഷം അവളുടെ BCGയുടെ ആ ഒരു ഇത് പഴുക്കാനൊക്കെ തുടങ്ങി. അതിന് മുമ്പ് ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തതേ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അമ്മിക്കുട്ടിയെ കൊണ്ട് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആൾ നല്ല ഉറക്കം കേട്ടോ, കുത്ത് കിട്ടാൻ പോവുകയാണെന്നൊന്നും പാവം അറിയുന്നില്ല. എന്തായാലും നല്ല പൊരിഞ്ഞ ചൂടും വെയിലും ഒക്കെയാണ്. അങ്ങനെ അതെ നമ്മൾ ആമിക്കുട്ടിയും കൊണ്ട് നേരെ ഇനി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ചിത്ര ഹോസ്പിറ്റലാണ് കേട്ടോ ആമിക്കുട്ടി ജനിച്ചത്, പന്തളം ചിത്ര ഹോസ്പിറ്റൽ. അതുകൊണ്ട് അവിടെ തന്നെ വാക്സിൻ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹെൽത്തിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു വാക്സിൻ അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ബാക്കി 3 വാക്സിൻ അവിടെ നിന്ന് തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളത് ഹോസ്പിറ്റലിലെത്തി. പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്കിലും ആ ഒരു കയ്യിലെ അത് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ചെറിയ മുറിച്ചൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തിക്ക്. അങ്ങനെ വാക്സിനേഷൻ ഡേ ബുധനാഴ്ച ശനിയാഴ്ചയാണ് കേട്ടോ. നമ്മൾ ബുധനാഴ്ചയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ പീഡിയാട്രീഷ്യനെ കാണണം. കണ്ടിട്ട് ഡോക്ടർ ഓക്കെ പറഞ്ഞാൽ മാത്രം അവർ വാക്സിൻ എടുക്കും. 1 മണിക്ക് മുമ്പ് വരണമായിരുന്നു. അങ്ങനെ നമ്മൾ 1 മണിക്ക് മുമ്പ് എത്തി. ഭയങ്കര ആളായിരുന്നു കേട്ടോ. ആൺകുട്ടിയെ അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഓക്കെയാണ്, വെയിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പനിയൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ അവർ കൊണ്ടുപോയി വാക്സിൻ എടുത്ത് കൊണ്ടുവരിക കേട്ടോ. നമ്മളെ കൂടെ കയറ്റത്തില്ല. അങ്ങനെ വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്ത് പുള്ളിക്കാരത്തേക്ക് ഒരു 2-3 വാക്സിൻ എടുത്തിട്ടുണ്ട്. റോട്ടാ വൈറസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് 2 തൊടയിലും കുത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര പരാതി പറയുന്ന പോലെ അങ്ങ് കിടന്ന് കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി നമ്മുടെ തോളത്തൊക്കെ ഇട്ട് തട്ടിയൊക്കെ കൊടുത്തപ്പോൾ ആളിരുന്ന് ഉറങ്ങാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലർ പറയാം അങ്ങനെ വെക്കരുതെന്ന്. എന്തായാലും നമ്മളങ്ങനെ ഒരുപാട് നേരം അങ്ങനെ വെച്ചുകൊണ്ടൊന്നും ഇരിക്കാറില്ലതേ. നല്ല സുഖമായിട്ട് ഉറക്കമാണ്. എനിക്ക് വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നല്ല കരച്ചിലായിരിക്കും. കാരണം ടെമ്പറേച്ചറൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ കയ്യിലേ കണ്ടില്ലേ നല്ല പോലെ ഇങ്ങനെ വീർത്ത് നിൽക്കുകയാണ്. അതിനി പൊട്ടുമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇനി അതെല്ലാം കൂടെ ഈ മൊത്തത്തിലൊരു പുള്ളിക്കാരത്തേക്ക് വേദനയാണ്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ചെറിയ വേദനയൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡോക്ടർ അതൊക്കെ മുൻകൂട്ടി നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് അതൊക്കെ കൊടുത്ത് വലിയ കുഴപ്പങ്ങളില്ലാതെ പോയി. അങ്ങനെ ആമിക്കുട്ടി വാക്സിനൊക്കെ എടുത്തു. അങ്ങനെ ഫസ്റ്റ് ഡോസ് വാക്സിൻ കംപ്ലീറ്റഡ് ആയി. ഇനി 2 ഡോസ് കൂടെ ഉണ്ട്. അതിന് നമുക്ക് അടുത്ത 10ാമത്തെ ആഴ്ചയിൽ പിന്നെ 6 മന്തിലും എടുക്കാം.